നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഗുണഭോക്താവ് മരിച്ച ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ അനന്തരാവകാശികൾക്ക് അവകാശമില്ലെന്ന് സർക്കാർ. ഗുണഭോക്താവ് മരിച്ച ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ അനന്തരാവകാശികൾക്ക് അവകാശമില്ലെന്ന് സർക്കാർ. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മരിച്ചുപോയവരുടെ പെൻഷൻ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി അനന്തരാവകാശികൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിരാലംബർക്കും അശരണർക്കുമായുള്ള സഹായമാണെന്നും അവർ മരിച്ചുപോയാൽ തുക അനന്തരാവകാശികൾക്ക് നൽകുന്നതിൽ പ്രസക്തി ഇല്ല എന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ 5 ലക്ഷം അധിക വോട്ടുകൾ റിപ്പോർട്ട് തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് പോസ്റ്റൽ വോട്ടെന്ന് വാദം. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടന്നെന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ അന്തരമുണ്ടെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിറക്കി. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞെന്ന മൊഴി പ്രതിയെ രക്ഷിക്കുവാൻ CBI അന്വേഷണത്തിനായുള്ള ഹർജിയിൽ കളക്ടർക്കെതിരെ ആരോപണം. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ഹർജിയിൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെതിരെ ഗുരുതര ആരോപണങ്ങൾ. കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയിലും കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ഹർജിയുടെ ആവശ്യം. നവീൻ ബാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തണം. ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യക്കുറിപ്പ് പോലീസ് മുഖ്യതാകാമെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിദ്യാർത്ഥിനിയോട് ലൈംഗികാതിക്രമം കാട്ടിയ പോലീസുകാരനെ പിടിച്ചുവച്ച് പോലീസിന് കൈമാറി നാട്ടുകാർ. വിദ്യാർത്ഥിനിയോട് പോലീസുകാരന്റെ ലൈംഗികാതിക്രമം. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ CPO ഷാജുവിനെതിരെയാണ് പരാതി. മുൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ഇയാൾ ലൈംഗികാതിക്രമം കാട്ടിയത്. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ഷാജു തന്നോട് മോശമായി പെരുമാറിയെന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 സംഭവം നടക്കുന്നത്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. മദ്യലഹരിയിൽ 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതികൾ. തൃശൂർ നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത ലോറി അപകടത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതികൾ. യാത്രക്കിടയിൽ ഡ്രൈവറുമൊത്ത് തുടർച്ചയായി മദ്യപിച്ചെന്നും മദ്യലഹരിയിൽ മയങ്ങിപ്പോയി എന്നുമാണ് ക്ലീനർ അലക്സിന്റെ മൊഴി. കേസിലെ പ്രതികളായ ഡ്രൈവറെയും ക്ലീനറെയും കോടതി റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിൽ വരുത്തിയ ദുരന്തമെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ട്. മനഃപൂർവ്വമായ നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കിയിരുന്നു.
പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഭാര്യയുടെ പരാതിയിൽ രാഹുൽ ജയിലിൽ, റിമാൻഡ് ചെയ്ത് കോടതി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ റിമാൻഡിൽ. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 രാഹുലിനെ റിമാൻഡ് ചെയ്തത്. പറവൂർ സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. സമാനമായ പരാതിയിൽ നേരത്തെ പന്തീരങ്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കിയ ശേഷം ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ടിൽ പോലീസുകാർക്കെതിരെ നടപടി. കണ്ണൂർ KAP4 ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനം. ശബരിമലയിലെ 18ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. SAP ക്യാമ്പസിലെ 23 പോലീസുകാർക്ക് കണ്ണൂർ KAP4 ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിന് ADGP S. ശ്രീജിത്ത് നിർദ്ദേശം നൽകി. 18ാം പടിയിൽ പുറംതിരിഞ്ഞിരുന്ന പോലീസുകാർ ഫോട്ടോ എടുത്തത് വിവാദമായിരുന്നു. ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് നടപടിയെ തുടർന്ന് 23 പോലീസുകാരും ശബരിമലയിൽ നിന്നും പരിശീലനത്തിനായി മടങ്ങി. തീവ്ര പരിശീലനം നൽകണം എന്നാണ് ADGPയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നാളെ റിപ്പോർട്ട് നൽകും. മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി. ഇന്ത്യയിൽ ഇനിയുണ്ടാകേണ്ടത് ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ്. രമേശ് ചെന്നിത്തല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥ ജനവിധി അല്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഇന്ത്യയിൽ ഇനിയുണ്ടാകേണ്ടത് ബാലറ്റ് പേപ്പറിലൂടെയുള്ള തെരഞ്ഞെടുപ്പെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പാകിസ്ഥാനിലെ പ്രക്ഷോഭം. സുരക്ഷാ സേനയിലെ 5 പേർ കൊല്ലപ്പെട്ടു. ബുള്ളറ്റിന് മറുപടി ബുള്ളറ്റ് കൊണ്ടെന്ന് മന്ത്രി. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടെ ഇസ്ലാമാബാദിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഇമ്രാന്റെ ഭാര്യ ബുഷ്രയും റാലിയിൽ അണിചേർന്നു. അതിനിടെ ആയുധം കയ്യിലുള്ള പ്രക്ഷോഭകരെ കണ്ടാൽ വെടിവെക്കുവാൻ സർക്കാർ ഉത്തരവിട്ടു. അവസാന ശ്വാസം വരെ പോരാടുവാൻ ഇമ്രാൻഖാൻ അണികളോട് ആഹ്വാനം ചെയ്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചിലവിൽ പുരപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങളെത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.